പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ അമേരിക്ക ബന്ധം അതിന് ചരിത്രപരമായ പ്രാധാന്യം ഉണ്ട്. കാലങ്ങളായി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഊഷ്മളമായ ബന്ധം തുടർന്നു പോകുന്നുണ്ട്. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചുമതലയേറ്റതിനു ശേഷം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്ന് എന്നത് ഇന്ത്യ എപ്പോഴും അമേരിക്കയ്ക്ക് വിധേയപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ എടുക്കുന്ന തീരുമാനങ്ങൾ അമേരിക്കയുമായി കൂടിയാലോചിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഉപകാരപ്രദമാകുന്ന തീരുമാനങ്ങൾ ആണ് കൈക്കൊള്ളുന്നത് എന്ന വിമർശനം ആണ് പ്രതിപക്ഷ പാർട്ടികൾ BJP സർക്കാരിനും നരേന്ദ്രമോദിക്കും എതിരെ പ്രധാനമായും ഉന്നയിക്കാറുള്ളത് എന്നതാണ്. അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം. ആ ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെയായിരുന്നു ഇന്ത്യ മറുപടി നൽകിയത്. അങ്ങനെ ഇന്ത്യ നൽകിയ ആ മറുപടി, ഇന്ത്യയുടെ ആക്രമണം അത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു ആദ്യം പുറത്തുവിട്ടത്. അതെങ്ങനെയാണ് ഇന്ത്യ എടുത്ത നയപരമായൊരു തീരുമാനം അമേരിക്കയ്ക്ക് അറിയാൻ സാധിച്ചത് എന്ന ചോദ്യം ആയിരുന്നു അന്ന് പ്രതിപക്ഷം ഉന്നയിച്ചത്. ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. അതിന് മറുപടി ഇന്ത്യ നൽകുകയും ചെയ്തു. ഇന്ത്യ ഏതെങ്കിലും ഒരു മീഡിയേറ്ററെ ആ വിഷയത്തിൽ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട് മാത്രമാണ് ആശയവിനിമയം നടത്തിയിട്ടുള്ളത് എന്നതുൾപ്പെടെയുള്ള മറുപടിയായിരുന്നു അന്ന് പുറത്തു വന്നത്. പ്രിയ പ്രേക്ഷകർ, ഇവിടെ സൂചിപ്പിക്കേണ്ട മറ്റൊരു വിഷയം, ഇപ്പോൾ യുദ്ധത്തിന്റെ പശ്ചാത്തലം കൂടിയാണ്. അതിനിടെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ അമേരിക്കയ്ക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്തുകയും ചെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ അതിനെ മുഖവിലക്കെടുത്തില്ല. ഇന്ത്യ ഇപ്പോഴും ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന് റഷ്യ തന്നെയാണ്. നിലവിൽ റിഫൈനറികൾ പ്രതിസന്ധിയിലായ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്ന് ഇന്ധനം റഷ്യയ്ക്ക് എത്തിച്ചു നൽകുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഉള്ളത്. ഇവിടെ ചില വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതായി വരുന്നത്, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല നിലയിൽ നയതന്ത്ര ബന്ധം മുന്നോട്ട് പോകുമ്പോൾ പോലും ഇന്ത്യക്ക് അമേരിക്കയിലുള്ള വിശ്വാസം കുറയുന്നു. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിലുള്ള വിശ്വാസം കുറയുന്നു എന്ന സംശയമാണ് പുറത്തു വരുന്നത്. അതിന് കാരണം ഇന്ത്യയുടെ വിദേശ നിക്ഷേപത്തിൽ വൻ മാറ്റം ആണ് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. എല്ലാ രാജ്യങ്ങൾക്കും ആ രാജ്യത്തിൻ്റെതായ ഒരു കരുതൽ ശേഖരമുണ്ടാകും. ഒരു രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാവുകയോ അപ്രതീക്ഷിതമായി രാജ്യം യുദ്ധത്തെ നേരിടേണ്ടി വരികയോ അതല്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുകയോ ആഭ്യന്തര സംഘർഷം ഉടലെടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ധനസ്ഥിതിയെ അത് ബാധിക്കാൻ വലിയ സാധ്യതയുണ്ട്. അങ്ങനെ പല മേഖലകളിൽ ഓരോ രാജ്യങ്ങളും കരുതൽ നിക്ഷേപം നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിശ്വസനീയമായി നിക്ഷേപം നടത്തുന്നത് പല രാജ്യങ്ങളും അമേരിക്കയിൽ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയൊരു കരുതൽ ശേഖരം ഇന്ത്യക്കും ഉണ്ട്. അമേരിക്കയിൽ ആണ് അങ്ങനെ ഒരു നിക്ഷേപം നടത്തിയിട്ടുള്ളത്. പക്ഷേ ആ നിക്ഷേപങ്ങളിൽ നിന്ന് ഇന്ത്യ പിന്മാറുകയാണോ എന്നതാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അമേരിക്കൻ ട്രഷറിയിൽ നിന്ന് റിസർവ് ബാങ്ക് തുടർച്ചയായി ഇപ്പോൾ നിക്ഷേപം പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. US ട്രഷറിയിൽ ഇന്ത്യക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് അതിനെ വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. ഇനി ചില ഡേറ്റകൾ പങ്കുവയ്ക്കുന്നത്, 2025 ഒക്ടോബറിലെ ഡേറ്റകൾ പ്രകാരം ഇന്ത്യൻ നിക്ഷേപം എന്നത് 4 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ എത്തിയിരുന്നു എന്നുള്ളതാണ്. അതായത് 2025 ഇപ്പോഴത്തെ ഈ യുദ്ധ സാഹചര്യം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ US ട്രഷറിയിലുള്ള നിക്ഷേപത്തെ പിൻവലിച്ചു എന്നത് മാത്രവുമല്ല, ആ പിൻവാങ്ങൽ എന്നത് 4 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള കണക്കനുസരിച്ച് $200 ബില്യൺ താഴെയായി ഇന്ത്യയുടെ അമേരിക്കയിലെ വിദേശ നിക്ഷേപം എന്നതായിരുന്നു 2025 ഒക്ടോബറിലെ കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഈ 2025 ഒക്ടോബറിലെ തന്നെ ഇന്ത്യയുടെ നിക്ഷേപത്തെ സംബന്ധിച്ച ഡേറ്റ കൂടുതലായി വിലയിരുത്തുമ്പോൾ $190 ബില്യൺ എന്നതായിരുന്നു ആ സമയത്തുള്ള നിക്ഷേപം. അത് ഏതാണ്ട് 23,000 കോടി രൂപ എന്നതാണ്. ഇതിലെടുത്തു പറയേണ്ടത് മുൻ വർഷത്തേക്കാൾ $50.7 ബില്യൺ കുറവാണ് ഇന്ത്യ വരുത്തിയത് എന്നതാണ്. 2024 നിന്ന് 25 എത്തുമ്പോൾ $50.7 ബില്യൺ കുറവ് ഇന്ത്യ വരുത്തി എന്ന് പറയുമ്പോൾ വലിയ തോതിൽ തുക പിൻവലിച്ചു US ട്രഷറിയിൽ നിന്ന് എന്നതാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതാ 2026 ജൂലൈയിലെ ഡേറ്റയിലേക്ക് വരുന്നു. 2026 ജൂലൈയിലേക്ക് എത്തുമ്പോൾ നേരത്തെ
4 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലായിരുന്നു അമേരിക്കൻ ട്രഷറിയിലെ നിക്ഷേപം എങ്കിൽ അത് 6 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എന്ന രീതിയിലാണ് മുന്നോട്ട് പോയത്. അതായത് നിക്ഷേപം വീണ്ടും ഇന്ത്യ പിൻവലിക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. 181 ബില്യൺ എന്ന നിലയിലേക്ക് നിക്ഷേപം താഴ്ന്നു എന്നതാണ്. അതായത് 18,100 കോടി രൂപ എന്ന നിലയിൽ ഉള്ള നിക്ഷേപത്തിൻ്റെ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു, എല്ലാ രാജ്യങ്ങൾക്കും ആ രാജ്യത്തിൻ്റെതായ കരുതൽ ശേഖരം ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടാണ് റിസർവ് ബാങ്കിൻ്റെ സ്വർണ്ണ ശേഖരത്തെയും നമ്മൾ കാണേണ്ടത്. 879 മെട്രിക് ടൺ സ്വർണം ആണ് റിസർവ് ബാങ്ക് ഇത്തരത്തിൽ ഒരു കരുതൽ ശേഖരം എന്ന നിലയിൽ സ്വർണം ശേഖരമായി കണ്ടിട്ടുള്ളത് എന്നതാണ്. ഇത് നേരത്തെ 866.8 മെട്രിക് ടൺ ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ ഈ ഡേറ്റയിൽ നിന്ന് റിസർവ് ബാങ്ക് അമേരിക്കയിലെ നിക്ഷേപം പിൻവലിക്കുന്നു, അതേസമയം തന്നെ സ്വർണ്ണ ശേഖരം ഉയർത്തുന്നു. അത് പക്ഷേ അങ്ങനെ ഒരു കാര്യമായ മാറ്റമെന്നോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള സ്വർണ്ണ ശേഖരം എന്നോ നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് അനുമാനിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. 2026 ഡേറ്റകൾ അനുസരിച്ച് 881 ടൺ സ്വർണ്ണമാണ് ഉള്ളത്. അത് ടൺ കണക്കാണ്. 881 ടൺ സ്വർണം ആണ്. അതിൻ്റെ മൂല്യം എന്നത് 10,250 കോടി ഡോളർ ആണ്. ഇന്ത്യൻ റുപ്പിയല്ല, ഡോളറിൽ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. നേരത്തെ അത് 879 മെട്രിക് ടൺ ആയിരുന്നു. അതാണ് ഈ നിലയിൽ ഇന്ത്യ ഉയർത്തിയിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചു, വലിയ അന്തരം എന്ന് പറയാൻ സാധിക്കില്ല, എങ്കിലും സ്വർണ്ണശേഖരം ഇന്ത്യ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ്. ഇനി സ്വാഭാവികമായും ഈ രംഗത്തുള്ള ആളുകൾ ഉന്നയിക്കുന്ന സംശയം, എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്തരത്തിൽ നിക്ഷേപങ്ങളിൽ മാറ്റം വരുത്തുന്നത് എന്നതാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എല്ലാ രാജ്യങ്ങളും അവരുടെ കരുതൽ ശേഖരത്തിൻ്റെ ഡേറ്റകളൊന്നും പുറത്തുവിടില്ല. പൂർണ്ണമായും ശരിയായി നമുക്ക് വിലയിരുത്താനും സാധിക്കില്ല. എങ്കിൽ പോലും ജപ്പാൻ, UK, ബെൽജിയം, ഫ്രാൻസ്, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആണ് അമേരിക്കൻ ട്രഷറിയിൽ അവരുടെ വിദേശ നിക്ഷേപത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അത് ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആണ് ഈ അമേരിക്കയെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ആശ്രയിക്കുന്നത്. നമുക്ക് ഈ പട്ടിക പരിശോധിച്ചാൽ തന്നെ ഇതൊക്കെ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ശക്തമായ രാജ്യങ്ങൾ എന്ന് തന്നെ ജപ്പാനും UK ഒക്കെ ആ നിലയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെയുള്ള രാജ്യങ്ങൾ ആണ് ഇപ്പോൾ ഈ US ട്രഷറി നിക്ഷേപം തുടരുന്നത്. ഇനി ഇതാ എന്താണ് ഈ മാറ്റത്തിന് കാരണം? ഇന്ത്യ എന്തുകൊണ്ടാണ് US ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കുന്നത്? അവിടെ സ്വർണം വാങ്ങുന്ന രാജ്യങ്ങളുടെ പട്ടിക നമ്മൾ ഒന്ന് പരിശോധിക്കുക. അതായത് സ്വർണത്തിൽ കൂടുതൽ ശേഖരം നടത്തുന്ന അല്ലെങ്കിൽ നിക്ഷേപം നടത്തുന്ന രാജ്യങ്ങളുടെ പട്ടിക. അതിൽ ഇന്ത്യ ഏറ്റവും മുന്നിലാണ്. പോളണ്ടാണ് മറ്റൊരു രാജ്യം. ചൈന, ചെക്ക് റിപ്പബ്ലിക്, തുർക്കി, ഈ രാജ്യങ്ങൾ പ്രധാനമായും സ്വർണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലം എന്നത് ഈ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങൾക്കിടയിലെ നയപരമായ നിലപാടുകൾ, നയതന്ത്രങ്ങൾ ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അത് പലപ്പോഴും യുദ്ധ സാഹചര്യം സൃഷ്ടിക്കും. ഇപ്പോൾ തന്നെ അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നു. അവിടെ ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമുണ്ട്, അമേരിക്കയെ പിന്തുണയ്ക്കുന്ന വിഭാഗമുണ്ട്. ഇതെല്ലാം വലിയ തോതിൽ സാമ്പത്തിക ക്രമങ്ങളിൽ മാറ്റമുണ്ടാക്കും. പക്ഷേ ഈ സ്വർണ്ണ ശേഖരം എന്നത് ഏറ്റവും സുരക്ഷിതമായൊരു നിക്ഷേപം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യയും പോളണ്ടും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ സ്വർണ്ണത്തിൽ കൂടുതൽ നിക്ഷേപിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതാ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇന്ത്യ യഥാർത്ഥത്തിൽ അമേരിക്കയിൽ നിന്ന്, അമേരിക്കൻ ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ അത് സാമ്പത്തികമായ ഒരു മുന്നറിയിപ്പ് എന്നതിനപ്പുറം രാഷ്ട്രീയമായൊരു സന്ദേശം കൂടിയാണ് നൽകുന്നത് എന്നാണ് പൊതുവിൽ ഈ മേഖലയിൽ ഉള്ളവർ വിലയിരുത്തുന്നത്. നമുക്കറിയാം, അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം, പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധം. പലപ്പോഴും ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെക്കുറിച്ച് പറയാറുള്ളത് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മോദി. തനിക്ക് പലപ്പോഴും മോദിയുടെ പ്രവർത്തനങ്ങളിൽ അസൂയ തോന്നിയിട്ടുണ്ട്, അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയിൽ അസൂയ തോന്നിയിട്ടുണ്ട് എന്നൊക്കെയാണ്. അതേ ട്രംപ് തന്നെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണം, അത് യുക്രൈനുമായുള്ള യുദ്ധത്തിന് ഊർജം പകരുന്നതാണ് എന്ന് പറഞ്ഞു വെച്ചത്. അതിന് തക്കതായ മറുപടിയായിരുന്നു നരേന്ദ്രമോദിയുടെ സർക്കാർ നൽകിയത്. ആദ്യം അമേരിക്ക റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ നിർത്തലാക്കൂ, കാരണം മറ്റ് പല മേഖലകളിൽ നിന്നുമുള്ള ഈ ഇലക്ട്രിക് വാഹനങ്ങളും മറ്റ് വെഹിക്കിളുകളുടെ പാർട്സുകൾ, മരുന്ന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികൾ, ധാതുക്കൾ ഒക്കെ അമേരിക്ക ധാരാളം റഷ്യയിൽ നിന്ന് ഇപ്പോഴും വാങ്ങുന്നുണ്ട്. അതെന്തുകൊണ്ട് അത് നിർത്തലാക്കൂ എന്ന മറുപടിയായിരുന്നു നൽകിയത്. പിന്നീട്
ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു താരിഫ് യുദ്ധം തന്നെ, അതായത് ഇന്ത്യൻ പ്രൊഡക്റ്റുകൾക്ക് വലിയ തോതിലുള്ള താരിഫ് ഏർപ്പെടുത്തി. ആ സമയത്തും ട്രംപ് പ്രതീക്ഷിച്ചിരുന്നത് ഇന്ത്യ അമേരിക്കയോട് അപേക്ഷിക്കും, അത് നിർത്തലാക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ ചെയ്തതാകട്ടെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായും ഗൾഫ് രാജ്യങ്ങളുമായും ഒക്കെ കൂടുതൽ സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് അതിനെ മറികടക്കുകയാണ് ചെയ്തത്. ഇതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ കീഴ്പ്പെടുന്ന ഒരു സമീപനവും അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് അമേരിക്കയിലെ ഇന്ത്യയുടെ നിക്ഷേപം പിൻവലിക്കാൻ ഇന്ത്യ തയ്യാറാകുന്നത്. അങ്ങനെ കുറച്ചു കൊണ്ടുവരുന്നത് അത് ഒരു രാഷ്ട്രീയ സന്ദേശം എന്നുകൂടിയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.